കാണാം സർ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് കയറാം. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the behavior of a body. Which deals with behavior of body, which is either ഈ ബോഡി ഒന്നുകിൽ എന്തിലായിരിക്കും? ഒന്നുകിൽ which is either റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇൻ മോഷൻ. അണ്ടർ ദി, അതായത് ഒന്നുകിൽ റെസ്റ്റിൽ അല്ലെങ്കിൽ മോഷനിൽ ഇരിക്കണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം? അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അതായത് ഫോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഫോഴ്സസിന്റെ under the action of forces. So that is the engineering mechanics. So engineering mechanics is the branch of science that deals with the behavior of a body, and this body which is either ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും under the application of forces. So this principle, the applications of the principles and concepts of engineering mechanics plays key role for the engineering design and construction of various types of machines and structures. ഞാനൊരു ഡോക്യുമെന്റ് അയച്ചത് വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ അയച്ചായിരുന്നല്ലോ, കിട്ടിയായിരുന്നോ ഡോക്യുമെന്റ്? ദെൻ അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ക്ലാസിഫിക്കേഷൻ. സോ MOS ഉണ്ട്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, പിന്നെ ഉള്ളത് എന്താണ്? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. നിങ്ങൾ കെമിക്കൽ ആണോ? നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഈ സബ്ജക്ട് പഠിക്കാനുണ്ട്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊരു നോക്കിയിട്ടുണ്ടോ? ഹയർ സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഉണ്ടോ? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടല്ലേ, പഠിക്കാനുണ്ടല്ലേ? അതാണ്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ് ഇല്ല നിങ്ങൾക്ക്, ഉണ്ടോ? ഇല്ല. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, രണ്ട് ഡിവിഷൻ ആണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അതായത് സോളിഡിനെ ഡീൽ ചെയ്യുന്ന ഏരിയ ആണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഗ്യാസ്, അതിനെ ഡീൽ ചെയ്യുന്ന ശാഖയാണ്, ബ്രാഞ്ചാണ് എന്ത്? മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, ഇതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മെക്കാനിക്സ് ഓഫ് RB, MORB, മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് എന്ന് പറയും. പിന്നെ അടുത്തത് രണ്ടാമത്തെയാണ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയും. മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്, MODB എന്ന് എഴുതാം, MODB. ഓക്കെ. സോ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി ആൻഡ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡി. അതായത് റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ട് അണ്ടർഗോ എനി ഡീഫോമേഷൻ. That is a rigid body. Bodies which undergo deformation under the application of force are known as deformable bodies. Then ഈ റിജിഡ് ബോഡിയുടെ തന്നെ റെസ്റ്റിലാണെങ്കിൽ the branch of mechanics which deals with the rigid bodies at rest. Rigid bodies at rest ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഓർമ്മയുണ്ടോ എന്തുവാന്ന്? സ്റ്റാറ്റിക്സ്. That is called statics. Okay, that is called statics. And that deals with the rigid bodies in motion. അതായത് റിജിഡ് ബോഡീസ് ഇൻ മോഷൻ അതിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക്സ്. ഇതിനെ പറയുന്ന പേരാണ് ഡൈനാമിക്സ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക്സ് എന്ന് പറയും. ഈ ഡൈനാമിക്സിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ്? കൈനമാറ്റിക്സും കൈനറ്റിക്സും. കൈനമാറ്റിക്സ് ഉണ്ട്, ദെൻ കൈനറ്റിക്സ്.
ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും സാധനങ്ങളാണ്. എന്തൊക്കെയാ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, MOS, MORB ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ്, കൈനറ്റിക്സ്, ഇതെല്ലാം മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തിൽ പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്തൊരു പോയിന്റ് എന്തായിരുന്നു? ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ്. മെക്കാനിക്സിലെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് എന്ന് പറയാൻ സ്പേസ്, പിന്നെന്താണ്? ടൈം, പിന്നെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്, പിന്നെ ഫോഴ്സ്, ഓക്കെ, കണ്ടിന്യൂം ആൻഡ് പാർട്ടിക്കിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അത് ഓർത്തിരിക്കണം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്. ആദ്യത്തെ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ലോ ഉണ്ട്, പിന്നെന്താണ്? സെക്കൻഡ് ലോ ഉണ്ട്, പിന്നെന്തോ ഉണ്ട്? തേർഡ് ലോ ഉണ്ട്. Newton's first law: every body continues in its state of rest or of uniform motion in a straight line unless and until it is acted upon by an external force. So first law thus defines force. അതായത് ഫോഴ്സ് എന്നുള്ള ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദി ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമുക്ക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ കിട്ടുന്നത്. ദെൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? F is equal to m into a. അതായത് the acceleration of a particle is directly proportional to the resultant force acting on it and takes place in the direction of force. അതായത് F is equal to m into a. This is important. F is equal to m into a. നമ്മൾ ഡൈനാമിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴെല്ലാം സെക്കൻഡ് ലോ ഉണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താണ്? To every action there is an equal and opposite reaction. That is the third law. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അടുത്തത് എന്തായിരുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് ഓർമ്മയുണ്ടോ? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ന്യൂട്ടൺസ് ലോ ഓഫ് F is equal to G m1 m2 by r square. അത് തന്നെ, F is equal to G m1 m2 divided by r square. ഇത് തന്നെ. സോ m1 m2 എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസ് ഉണ്ട്. അതായത് രണ്ട് ബോഡീസ്, ബോഡി 1 ബോഡി 2. അതിൻ്റെ മാസ് ആണ്. m1 ഈസ് ദി മാസ് ഓഫ് ബോഡി 1, m2 ഈസ് ദ മാസ് ഓഫ് ബോഡി 2. ആൻഡ് r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. F ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. So the force of attraction will be G is constant of gravitation, m1 m2 divided by r square. പിന്നെ അടുത്തത് ട്രയാങ്കിൾ. നമുക്ക് കുറെ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ബോഡിയിൽ, ഒരു പാർട്ടിക്കിളിൽ രണ്ട് ഫോഴ്സുകൾ സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസിംഗ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കും. ക്ലോസിംഗ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ക്ലോസിംഗ് സൈഡ് ഓഫ് ട്രയാങ്കിൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ എന്താണ്? സിമിലർലി ഇതേപോലെ തന്നെ ട്രയാങ്കിൾ ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാരലലോഗ്രാം ലോ ആണ്. പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു സൈമിൾട്ടേനിയസ്ലി. അത് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും. പാരലോഗ്രാമിൻ്റെ ഡയഗണൽ വിൽ ബി ദ റിസൾട്ടൻ്റ്. ദെൻ മൂന്നാമത്തെ, ഇപ്പോൾ ഇത് രണ്ട് ഫോഴ്സാണ്. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സാണ്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സാണ്.
പോളിഗൺ അതായത് രണ്ടിൽ കൂടുതൽ ഫോഴ്സുകൾ വന്നാൽ നമ്മൾ എങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കും? രണ്ടിൽ കൂടുതൽ ഫോഴ്സുകൾ വന്നാൽ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എന്ത്? പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ്. പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ്. അതായത് ഒരു ബോഡിയിൽ നമ്പർ ഓഫ് ഫോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നു. ഒരു പാർട്ടിക്കിളിൽ നമ്പർ ഓഫ് ഫോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് ആ പോളിഗണിൻ്റെ സൈഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടൻ്റ് വിൽ ബി ദി ക്ലോസിംഗ് സൈഡ് ഓഫ് ദ പോളിഗൺ. ദ റിസൾട്ടൻ്റ് വിൽ ബി ദി ക്ലോസിംഗ് സൈഡ് ഓഫ് ദി പോളിഗൺ. Resultant will be the closing side of the polygon. That is the triangle law, parallelogram law and polygon law. Then അടുത്തത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. Principle of transmissibility. Okay, so principle of transmissibility. Okay, so principle of transmissibility. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണ്? ഇതൊരു എന്താണ്? This is a റിജിഡ് ബോഡി. അപ്പോൾ ആ റിജിഡ് ബോഡിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ്. ഓക്കെ, സോ ഞാനിവിടെ എ എന്ന് പറയുന്നൊരു പോയിന്റിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ഈ ബോഡിയിൽ, ഈ റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫോഴ്സിനെ എന്ത് ചെയ്യാം? ഈ ഫോഴ്സിനെ എനിക്ക് റീപ്ലേസ് ചെയ്യാം. എവിടെ? വേറൊരു പോയിന്റിൽ, സേ ബി എന്ന് പറയുന്നൊരു പോയിന്റിൽ എനിക്ക് ഈ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? ഈ ബി എന്നുള്ള പോയിന്റ് ഇതിന്റെ എന്തായിരിക്കണം? ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കണം. ലൈൻ ഓഫ് ആക്ഷൻ, സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ, ഈ ഫോഴ്സിനെ എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. It states that the condition of equilibrium or uniform motion of a rigid body will remain unchanged. If the point of application of the force acting on a body is transmitted along its line of action. അതായത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ടു ആക്ട് അറ്റ് എനി അതർ പോയിന്റ് ഓഫ് ദി ബോഡി. അതാണ് നമ്മുടെ അതിൽ പറഞ്ഞിരിക്കുന്ന കൺസിഡർ എ റിജിഡ് ബോഡി ആസ് ഷോൺ ഇൻ ഫിഗർ. ദ ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് എ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. ബി റീപ്ലേസ്ഡ് ബൈ ദ സെയിം ഫോഴ്സ് എഫ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്തു ബി എന്ന് പറയുന്ന പോയിന്റിൽ. പ്രൊവൈഡഡ് എന്താണ്? എയും ബിയും എന്തായിരിക്കണം? ലൈസ് ഓൺ ദി സെയിം ലൈൻ ഓഫ് ആക്ഷൻ. അതായത് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ നേച്ചർ ഓഫ് ദ ഫോഴ്സ്, ഈ ഫോഴ്സിന്റെ നേച്ചർ ചേഞ്ച് ചെയ്തു. ഇവിടെ ആക്ച്വലി നേച്ചർ എന്തായിരുന്നു? ദിസ് ഈസ് പുഷ്. ഇവിടെ എന്താണ്? പുൾ. ഉള്ള വ്യത്യാസം. But the external effect of the force remains unaltered due to the principle of transmissibility of forces. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവം അപ്ലൈ ചെയ്തിട്ടാണ് പല പ്രോബ്ലംസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യും. എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ്. അതായത് എവറി ഫോഴ്സ്, ഓരോ ഫോഴ്സും ഇമ്പാർട്ട്സ് ദ സെയിം എഫക്ട് ഓൺ ദ റിജിഡ് ബോഡി ഇൻഡിപെൻഡന്റ്ലി, whether acts individually or in combination with the other sets of forces. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ്. അവർ ഇൻഡിവിജ്വലായിട്ട് ആക്ട് ചെയ്താലും അതല്ല സെറ്റ് ഓഫ് ഫോഴ്സസിൻ്റെ കൂടെ കോമ്പിനേഷൻ പോലെ ആക്ട് ചെയ്താലും അവർ ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം എഫക്റ്റ് ആയിരിക്കും. അതായത് അവർക്കൊരു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ്? ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൽ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഓൾ ദ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ദി എഫക്ട്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ്. So combined effect of all the forces is equal to sum of the effects of the individual forces. That is called a principle of superposition. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പിന്നെ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ്, പോളിഗൺ ലോ ഓഫ് ഫോഴ്സ്, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്. ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? വെക്ടർ, അതായത് വെക്ടർ ഓൾജിബ്ര, അതായത് വെക്ടർ എങ്ങനെയാണ്? സ്കെയിലാർ, പിന്നെ നമ്മൾ പറഞ്ഞ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ്, പിന്നെ ഒരു വെക്ടർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്,
ഓക്കെ, വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ഡയറക്ഷൻ ഉണ്ട്, പിന്നെ സെൻസ് ഉണ്ട്, പിന്നെ ടെയിൽ, വെക്ടറിന്റെ ടെയിൽ എന്താണ്, വെക്ടറിന്റെ ഹെഡ് എന്താണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, വെക്ടർ എങ്ങനെയാണ് വെക്ടർ ആഡ് ചെയ്യുന്നത്, വെക്ടർ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരു സ്കെയിലാറുമായിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, പിന്നെ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, പൊസിഷൻ വെക്ടർ ആൻഡ് യൂണിറ്റ് വെക്ടർ. ഒരു സെക്കൻഡ്. സോ പൊസിഷൻ വെക്ടർ, യൂണിറ്റ് വെക്ടർ. പിന്നെ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGS ഉണ്ട്, MKS ഉണ്ട്, FPS ഉണ്ട്, SI സിസ്റ്റം ഉണ്ട്. ഓക്കെ, CGSും MKSും FPSും SI സിസ്റ്റവും നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണ്, ഇപ്പൊ SI സിസ്റ്റമാണ്. ഓരോ സിസ്റ്റത്തിലും നമ്മൾ ഫോഴ്സിന്റെ അതായത് ഫോഴ്സിന്റെ യൂണിറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? 1 കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? 1 കിലോഗ്രാം, അത് തന്നെ, 1 കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ്. CGSന്റെ, MKSന്റെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, FPSന്റെ പൗണ്ട് ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് പൗണ്ട് ഫോഴ്സ് എന്ന് പറയും, പൗണ്ട് ഫോഴ്സ്. പിന്നെ SI സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? SI സിസ്റ്റത്തിൽ ഫോഴ്സ് ന്യൂട്ടൺ ആയിട്ട് തന്നെ ഇട്ടേക്കുക. 1 കിലോഗ്രാം ഫോഴ്സ് 9.81 ന്യൂട്ടൺ. അത് ഓർത്തിരിക്കുക. 1 കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു ഇൻറ്റു 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ഡൈൻ. 9.1 ഇൻറ്റു 10⁵ ഡൈൻ. ഓക്കെ, പിന്നെ നമ്മൾ ഫോഴ്സിന്റെ എഫക്റ്റ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സെൻസ് ഉണ്ട്. സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ സെൻസ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറഞ്ഞാൽ പുഷാണോ പുള്ളാണോ. ദെൻ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. സോ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക: ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷന്, സെൻസ്, ദെൻ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും എന്തോന്ന് അറിയാമല്ലോ? ടെൻസൈലും കംപ്രസീവും അറിയാമല്ലോ. പിന്നെ അടുത്തതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കയറുകയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോഴ്സ് സിസ്റ്റംസ്. അതാണ് നമ്മൾ ഇന്നലെ അതിൽ ആദ്യത്തെ ഇതാണ് കോപ്ലനാർ. എന്താണെന്ന് അറിയാമല്ലോ? കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലായിരിക്കും. ദെൻ അപ്പോൾ നോൺ കോപ്ലനാർ എന്തായിരിക്കും? ഒരേ പ്ലെയിനിൽ ആയിരിക്കത്തില്ല, അത് ഡിഫറെന്റ് പ്ലെയിനിലായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ ആൻഡ് നോൺ കോപ്ലനാർ. പിന്നെ ഇതിൽ കോപ്ലനാർ ഉണ്ട്, കോപ്ലനാർ കൊളീനിയർ ഉണ്ട്. കോപ്ലനാർ കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലായിരിക്കും ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് F1, ദിസ് ഫോഴ്സ് ഈസ് F1, ദിസ് ഫോഴ്സ് ഈസ് F2. ഓക്കെ, ഈ രണ്ട് ഫോഴ്സസ് എന്താണ്? ഈ രണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോപ്ലനാർ ആണ് ആൻഡ് കൊളീനിയർ ആണ്. ആൻഡ് കൊളീനിയർ ആണെന്ന് മാത്രമല്ല, ഇത് എന്താണ്? ലൈക്ക് ആണ്, ലൈക്ക് കൊളീനിയർ ആണ്. ദെൻ അടുത്തത്, ഇത് കോപ്ലനാർ ആണ്, കൊളീനിയർ ആണ്, പക്ഷെ ഇതെന്താണ്? ഇത് അൺലൈക്ക് ആണ്. ദിസ് ഈസ് അൺലൈക്ക് കൊളീനിയർ, അൺലൈക്ക് കോപ്ലനാർ കൊളീനിയർ. Then next is the concurrent. Concurrent എന്താന്ന് അറിയാമല്ലോ അല്ലെ? കൺകറന്റ് കണ്ടോ, എന്തായിരുന്നു? ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ്സ് അറ്റ് എ കോമൺ പോയിന്റ്. അതായത് സോ എക്സാമ്പിൾ അതിൽ തന്നെ കൊടുത്തേക്കുന്ന തന്നെ പറയാം. സോ ദിസ് ഈസ് F1, ദിസ് ഈസ് F2 ആൻഡ് ദിസ് ഈസ് F3. അതായത് ഇത് കോപ്ലനാർ ആണ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലാണ്, കോപ്ലനാർ ആണ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ പറയുന്ന പേരെന്തോന്ന് ഓർമ്മയുണ്ടല്ലോ? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ ആ പോയിന്റിനെ പറയുന്ന പേര്? ഇല്ല സർ. Point of concurrency. This point is called point of concurrency. This point is called point of concurrency. That is called Coplanar concurrent. Okay. അപ്പോൾ കോപ്ലനാർ
കൺകറന്റ് ഉണ്ട്. അപ്പൊ എന്തുണ്ട്? കോപ്ലനാർ നോൺ കൺകറന്റ് ഉണ്ട്. കോപ്ലനാർ നോൺ കൺകറന്റ്, കോപ്ലനാർ കൺകറന്റ് ആൻഡ് കോപ്ലനാർ നോൺ കൺകറന്റ്. നോൺ കൺകറന്റ്, കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലായിരിക്കും. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദി കോപ്ലനാർ നോൺ കൺകറന്റ്. അടുത്തത് കോപ്ലനാർ പാരലൽ ഫോഴ്സ്. നെക്സ്റ്റ് ഈസ് ദി കോപ്ലനാർ പാരലൽ ഫോഴ്സ്. കോപ്ലനാർ പാരലൽ ഫോഴ്സ്. സോ ഇത് ഒരേ പ്ലെയിനിലാണ് ആൻഡ് ഒരേ പ്ലെയിനിലാണ്, പാരലൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ദി കോപ്ലനാർ പാരലൽ. ആൻഡ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ലൈക്ക് എന്ന് പറയും. കോപ്ലനാർ ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയും. ലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം. അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? കോപ്ലനാർ പാരലൽ ആണ്, പക്ഷെ അൺലൈക്ക് ആണ്. കോപ്ലനാർ പാരലൽ അൺലൈക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ. അപ്പൊ കോപ്ലനാർ കൊളീനിയർ, കോപ്ലനാർ കൺകറന്റ്, കോപ്ലനാർ നോൺ കൺകറന്റ് ആൻഡ് കോപ്ലനാർ പാരലൽ ഫോഴ്സസ്. ഇനി അടുത്ത എന്താണ്? കോപ്ലനാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? നോൺ കോപ്ലനാർ. നോൺ കോപ്ലനാർ. സോ നോൺ കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് ഫോഴ്സസ് ഒരു പ്ലെയിനിലായിരിക്കത്തില്ല. ഡു നോട്ട് ലൈ ഇൻ വൺ പ്ലെയിൻ. ദാറ്റ് ഈസ് കോൾഡ് നോൺ കോപ്ലനാർ. ഓക്കെ, ദെൻ അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോൺ കോപ്ലനാർ കൺകറന്റ് ഉണ്ട്. നോൺ കോപ്ലനാർ കൺകറന്റ് ഡിഫറെന്റ് പ്ലെയിനിലായിരിക്കും, പക്ഷെ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും? ലൈൻ ഓഫ് ആക്ഷൻ ആ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ദാറ്റ് ഈസ് നോൺ കോപ്ലനാർ കൺകറന്റ്. നോൺ കോപ്ലനാർ കൺകറന്റ്. സിമിലർലി നോൺ കോപ്ലനാർ നോൺ കൺകറന്റ് ഉണ്ട്. അതായത് ഫോഴ്സസ് സെയിം പ്ലെയിനിലും അല്ല, അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യത്തില്ല? ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് നോൺ കോപ്ലനാർ നോൺ കൺകറന്റ്. ഓക്കെ, സോ നോൺ കോപ്ലനാർ നോൺ കൺകറന്റ്, that is called non coplanar non concurrent. Then അടുത്തത് non coplanar parallel forces. Non coplanar parallel forces. So that this means non coplanar means not in a single plane and this forces are parallel ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും രണ്ട് ടൈപ്പ് ഉണ്ട്. ലൈക്ക് ഉണ്ട്, അൺലൈക്ക് ഉണ്ട്. ലൈക്ക് ആൻഡ് അൺലൈക്ക്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അടോണോ? ഇനി നമ്മൾ കോപ്ലനാർ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് കയറണം. എന്താണ്? കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. സോ കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിൻ ആണ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ വിൽ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. ദാറ്റ് ഈസ് ദ കോപ്ലനാർ കൺകറന്റ്. അപ്പൊ ഇതില് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടേം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിജിഡ് ബോഡിയിൽ കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യും. കുറെ ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്യണം. F1 F2 F1 F2 F3 F4 എക്സെട്ര. കുറെ ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. F1 F2 F3 ആൻഡ് F4. അപ്പം ഈ ഫോഴ്സുകളെല്ലാം കൂടെ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഇത്രയും ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാണ് വിത്ത് എ സിംഗിൾ ഫോഴ്സ്. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്താൽ ഈ ആറിനെ പറയുന്ന പേരാണ് എന്ത്? റിസൾട്ടന്റ് എന്ന് പറയും. ദിസ് ആർ ഈസ് കോൾഡ് റിസൾട്ടന്റ്. അതായത് ഈ 4 ഫോഴ്സ് കൊണ്ട് ഇതിന് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതേ സെയിം എഫക്റ്റ് ഈ ഒരു ഫോഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദിസ് ആർ ഈസ് കോൾഡ് റിസൾട്ടന്റ്. ഓക്കെ, so that is the resultant. Then resultant of collinear forces. Collinear forces in the collinear force എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു ലൈനിലായിരിക്കും അല്ലെ? ലൈൻ ഓഫ് ആക്ഷൻ. ദിസ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ. This is the line of action. ദാ ഇവിടെ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. Then F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. F2, then F3 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു.
ഓക്കെ, ഇത് കൊളീനിയർ ആണ്. അപ്പോൾ ഈ കൊളീനിയർ ഫോഴ്സിന്റെ റിസൾട്ടന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? F1 പ്ലസ് F2 പ്ലസ് F3. ദാറ്റ് ഈസ് ദ റിസൾട്ടന്റ്. F1 പ്ലസ് F2 പ്ലസ് F3. അതേസമയം ഇത് so F1, okay, so this is the line of action, and F2 will be in the opposite side. F2 will be in the opposite side, and this is F3. So R is equal to F1 plus F3 minus F2 opposite side direction ആയതുകൊണ്ട് F2. So F1 plus F3 minus F2. That is the resultant of the collinear forces. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ, ഈ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി സൈൻ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്, അതായത് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സൈൻ. ഇത്രയും ക്ലിയർ അല്ലയോ? സർ. പിന്നീട് നമ്മൾ റിസൾട്ടന്റ് ഓഫ് ഇപ്പൊ നമ്മൾ റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കും. റിസൾട്ടന്റ് ഓഫ് 2 കൺകറന്റ് ഫോഴ്സസ്, അതായത് 2 കൺകറന്റ് ഫോഴ്സ്. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ടായല്ലോ അല്ലെ? നിങ്ങൾക്ക് വേണ്ടായല്ലോ അല്ലെ? ഇതിന്റെ 2 കൺകറന്റ് ഫോഴ്സസിന്റെ എടുത്തില്ലായിരുന്നു സാർ. ഞാൻ എടുക്കണോ? വേണ്ട. ശരി. സോ ദിസ് ഈസ് ദ ഫോഴ്സ്. 2 കൺകറന്റ് ഫോഴ്സ് ആണ്, അതായത് P എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്, Q എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഉണ്ട്. ഓക്കെ, 2 കൺകറന്റ് ഫോഴ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് കൺകറൻസി. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കൺകറൻസി. ആൻഡ് ഈ 2 ഫോഴ്സുകൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ദിസ് ആംഗിൾ ഈസ് തീറ്റ. സോ ഇപ്പൊ ഇതിന് ഞാൻ OA എന്ന് കൊടുത്താൽ ദിസ് റെപ്രസെന്റ്സ്, OA റെപ്രസെന്റ്സ് ഇതിന് OA എന്നും ഇതിന് B എന്നും കൊടുത്താൽ OA ആൻഡ് OB. സോ ദിസ് OA റെപ്രസെന്റ്സ് ഫോഴ്സ് P, വെക്ടർ P, ആൻഡ് OB റെപ്രസെന്റ്സ് ഫോഴ്സ് Q. ദെൻ എന്ത് അപ്ലൈ ചെയ്യുക? പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. സോ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയഗണൽ വിൽ ബി ദി, ദിസ് ഈസ് ദ ഡയഗണൽ, ആൻഡ് ദിസ് ഡയഗണൽ വിൽ ബി ദി എന്തായിരിക്കും? റിസൾട്ടന്റ്. ദിസ് ഡയഗണൽ വിൽ ബി ദ റിസൾട്ടന്റ് R. അപ്പൊ നമ്മുടെ അത് സിമ്പിൾ ആട്ടോ, ഒന്നുമില്ല. നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കോസ് തീറ്റയും സൈൻ തീറ്റയും ഒക്കെ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടാത്തതുകൊണ്ട് അത് വേണ്ട. അപ്പം ഇവിടെ 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഈ 2 ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഇനി ഇവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്, ആൽഫ. സോ ദിസ് ആംഗിൾ, ഈ ആംഗിൾ ആണ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിസൾട്ടന്റും ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്. ദിസ് ആംഗിൾ ഈസ് ബീറ്റ. ഈ ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ടന്റ് ഈ Q എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. സോ ഇത് ഓർത്തിരിക്കുക. സോ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ Pയും Qയും ഈ 2 ഫോഴ്സുകൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഈ P എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഈ ഇതുമായിട്ട് ഈ Q ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. അപ്പൊ ഇതിലെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? R is equal to this is our equation. എന്തായിരുന്നു? P square plus, ഓർമ്മയുണ്ടോ? Q square plus 2PQ cos theta. Q cos theta. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. R is equal to റിസൾട്ടന്റ് R is equal to root of P square plus Q square plus 2PQ cos theta. ഓക്കെ, Pയും Qയും 2 ഫോഴ്സ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈ 2 ഫോഴ്സ്. ഈ 2 ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ആൽഫ? ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റും ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ Q ഈസ് sin theta by P plus Q cos theta. P plus Q cos theta. P plus Q cos theta. ഓക്കെ, സോ ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റും ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Q sin theta divided by P plus Q cos theta.
ഇനി ഇതിനകത്തിലെ 3 കേസാണ് നമ്മൾ അതിനുശേഷം പറഞ്ഞത്. തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? തീറ്റ അതായത് ഈ ആംഗിൾ, തീറ്റ എന്ന് പറഞ്ഞ ഈ ആംഗിൾ 0 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സോ ദിസ് ഈസ് ദി theta is equal to 0 ആകുമ്പോൾ this is the thing. So what is the resultant? Resultant is equal to R is equal to എന്തായിരിക്കും? P plus Q. കറക്റ്റ് അല്ലേ? അതിനകത്തിൽ എഴുതിയിട്ടില്ലേ അല്ലേ? സർ. Then theta is equal to 180 ആകുമ്പോൾ, theta is equal to 180 ആകുമ്പോൾ എന്ത് സംഭവിക്കും? തീറ്റ ഈ ആംഗിൾ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 180 ആകുമ്പോൾ P in the right direction and Q in the left direction. അപ്പോൾ അത് ഇങ്ങനെ വരും. So this is the R is equal to എന്ത് വരും? R is equal to P minus Q. ഓക്കെ. ഇനി അടുത്തത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ കോസ് 90 എത്രയാ? 0 അല്ലേ? 0. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? റൂട്ട് ഓഫ് p square plus q square. സോ റിസൾട്ടന്റ് R is equal to root of p square plus q square. p square plus q square. ഓക്കെ. ആൻഡ് ഫൈനലി ഞാൻ നേരത്തെ ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ പറഞ്ഞു. ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഏതാ? ഈ റിസൾട്ടന്റും ഈ ഫോഴ്സും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അപ്പൊ ബീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പി കോസ് തീറ്റ. ഓക്കെ. നമുക്ക് ഇതിന്റെ ആവശ്യം വരത്തില്ല. നമ്മൾ നോർമലി ആൽഫ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എന്നാലും ഇത് ഓർത്തിരിക്കുക. നമുക്ക് ഈ ഇക്വേഷൻ, ഇത്ര ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ. അതായത് റിസൾട്ടന്റ് ഓഫ് ടു കൺകറന്റ് ഫോഴ്സസ്, രണ്ട് കൺകറന്റ് ഫോഴ്സസ് ആണ് പിയും ക്യൂ. അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ആൻഡ് ആൽഫ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റും പിയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ബീറ്റ ഇസ് ഈക്വൽ ടു പി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ. ഓക്കെ. ദെൻ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തായിരുന്നു. അടോണ കിട്ടിയായിരുന്നു ഒന്നാമത്തെ പ്രോബ്ലം? എല്ലാം ചെയ്തു. ചെയ്തോ? കിട്ടി സർ. മഴ എങ്ങണ്ടായി നിർത്തിയില്ലായിരുന്നു ലാസ്റ്റിൽ? അതോ എല്ലാം ചെയ്തായിരുന്നു? അത് ലാസ്റ്റിലത്തേനാ നിർത്തിയത്. അത് പക്ഷെ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ. എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നായിരുന്നോ? സർ. ശരി. ഓക്കെ. അപ്പം 1 2 3 4 പ്രോബ്ലംസ്, ആ 4ഉം ചെയ്തല്ലേ? നമ്മൾ ടോട്ടൽ 4 പ്രോബ്ലംസ് അല്ലെ? 4ഉം പറഞ്ഞായിരുന്നു അല്ലേ? ചെയ്തു. ശരി. ഇനി അടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ്. സോ നെക്സ്റ്റ് ഈസ് ദി several coplanar concurrent forces. That is the okay. ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ. Okay. So next is the resultant of several, നമ്മളിപ്പോ രണ്ടെണ്ണത്തിന്റെയാ പറഞ്ഞത്. സെവറൽ കോപ്ലനാർ ഒരേ പ്ലെയിനിലാണ്, കോപ്ലനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കൺകറന്റ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് concurrent force. So coplanar concurrent force, several coplanar concurrent forces. Okay. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ അപ്പൊ ഇത് ക്ലാസ് അവിടെ ചെയ്യിച്ചോ? സ്കൂളിൽ കോളേജിൽ ചെയ്യിച്ചോ? സെവറൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് ചെയ്യിച്ചോ? ഇല്ല സർ.
ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യിക്കാം. പ്രോബ്ലം ചെയ്യിച്ചിട്ട് ഞാൻ അതിന്റെ തിയറിയിലോട്ട് വരാം. ഓക്കെ, സാധാരണ തിയറി പഠിപ്പിച്ചിട്ടാണ് പ്രോബ്ലം പഠിപ്പിക്കേണ്ടത്, പക്ഷേ ഇത് പ്രോബ്ലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, ഒന്നുമില്ല ഇതിനകത്തിൽ. ഓക്കെ, ഇതിനകത്തിൽ ഇതെടുത്തേ ക്വസ്റ്റ്യൻ. നമ്മുടെ ഞാൻ ആ ഡോക്യുമെന്റ് അയച്ചതിനകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. ഓക്കെ, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. എഴുതിക്കോ. ഫൈൻഡ് ദി resultant of force system shown in figure. Find the resultant of the force system shown in figure. Okay, ഈ ഫിഗർ എൻ്റെ കൂടെ വരച്ചോണേ നോട്ട്ബുക്കിൽ. So this force is ഒരു ക്വാഡ്രന്റ് വരയ്ക്കുക, 4 ക്വാഡ്രന്റ്. സോ ദിസ് ഈസ് ദ ഒറിജിൻ ആൻഡ് ദിസ് ഈസ് 30 ന്യൂട്ടൺ. ഈ ഫോഴ്സ് എത്രയാണ്? 30 ന്യൂട്ടൺ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇൻക്ലിനേഷൻ ഈസ് 50 ഡിഗ്രി. This inclination is 50 degree. And here this is the this force is 80 Newton. This is 80 Newton and this inclination is 60 degree. This inclination is 60 degree. Okay, and this third quadrant, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ 30 ന്യൂട്ടൺ, സെക്കൻഡ് ക്വാഡ്രന്റിൽ 80 ന്യൂട്ടൺ, ഇവിടെ അടുത്തത് 48 ന്യൂട്ടൺ. So this angle is 48 Newton and this inclination is 10 degree. This inclination is 10 degree and here ഫോർത്ത് ക്വാഡ്രന്റിൽ ഡയറക്ഷൻ ശ്രദ്ധിച്ചോണം, എപ്പോഴും ഇതിന്റെ ആരോ ശ്രദ്ധിച്ചോണം, ഡയറക്ഷൻ. സോ ഈ ഫോർത്ത് ക്വാഡ്രന്റിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, അകത്തോട്ടാണ്, ഒറിജിനിലോട്ടാണ്. സോ ദിസ് ഈസ് 70 ന്യൂട്ടൺ, ദിസ് ഈസ് 70 ന്യൂട്ടൺ ആൻഡ് ദിസ് ഇൻക്ലിനേഷൻ ഈസ് 65 ഡിഗ്രി. ദിസ് ഇൻക്ലിനേഷൻ ഈസ് 65 ഡിഗ്രി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇതെന്താണ്? സെവറൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് ആണ്, അതായത് ഒരേ പ്ലെയിനിലാണ്, കൺകറന്റ് ആണ്. എത്ര ഫോഴ്സ് ഉണ്ട്? 1 2 3 4 ഫോഴ്സ് ഉണ്ട്. സെവറൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡിയിൽ, ഈ ഒരു ബോഡിയിൽ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ 4 ഫോഴ്സ് മൂലം ആ ബോഡിയിൽ എന്ത് എഫക്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്, അത് ആ സെയിം എഫക്ട് നമ്മളൊരു സിംഗിൾ ഫോഴ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സിംഗിൾ ഫോഴ്സ് ഈസ് കോൾഡ് റിസൾട്ടന്റ്. അതിനെയാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. അതായത് എക്സ് ആക്സിസിൽ റിസോൾവ് ചെയ്യണം, വൈ ആക്സിസിൽ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ എക്സ് ആക്സിസിലെ ഫോഴ്സ് എത്രയാണ്, ടോട്ടൽ വൈ ആക്സിസിലെ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ അത് വെച്ചിട്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം, ആംഗിൾ. ഇത്രയുമാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, അതിന്റെ ഡയറക്ഷൻ, അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. അപ്പൊ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണം. ആദ്യം റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഫോഴ്സ് എടുക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ന്യൂട്ടൺ ആണ്. ഈ ഫോഴ്സ് 30 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം. അപ്പൊ ഈ റൈറ്റ് സൈഡിലോട്ട് ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ 30, ഈ ആംഗിൾ, ഇത് ഈ എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പം ഇതിന്റെ കോസ് കോമ്പോണന്റ് ആയിരിക്കും. അപ്പൊ 30 കോസ് 50. അപ്പൊ ഇതിന്റെ എക്സ് കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ 30 കോസ് 50. ഓക്കെ, അപ്പം ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈൻ ആയിരിക്കും, സൈൻ കോമ്പണന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് 30 സൈൻ 50. 30 സൈൻ 50. സോ 30 കോസ് 50 ആൻഡ് 30 സൈൻ 50. ഇത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? ആടോണ? സോ 30 കോസ് 50 ആൻഡ് 30 സൈൻ 50. അതിനെ റിസോൾവ് ചെയ്യും. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ്, 80 ന്യൂട്ടൺ. അപ്പോൾ അത് എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട്, അതായത് ലെഫ്റ്റിലോട്ട് ഈ എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആയതുകൊണ്ട് അതെന്തായിരിക്കും? അത് 80 കോസ് ആയിരിക്കും. ആ ആംഗിളിന് അടുത്തുള്ളത് എപ്പോഴും കോസ് ആയിരിക്കും. 80 കോസ് 60 ആയിരിക്കും. 80 കോസ് 60. അതേസമയം അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്തായിരിക്കും? അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ 80 സൈൻ 60 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്?
സിമിലർലി അടുത്തത് മൂന്നാമത്തെ ഫോഴ്സ്, ഈ ഫോഴ്സ്, ഇത് തേർഡ് ക്വാഡ്രന്റിൽ 48 ന്യൂട്ടൺ ആണ്. അപ്പോൾ അത് ആംഗിളിന് അടുത്ത് കിടക്കുന്നതായിരിക്കും കോസ്, ആംഗിളിന് അപ്പുറത്ത് കിടക്കുന്ന സൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് കോസ് ആയിട്ട് വരുന്നത്. സോ താഴോട്ട്, സോ ഇതിന്റെ താഴോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നറിയാം? 48 കോസ് 10 ഡിഗ്രി. സോ ദിസ് ഈസ് 48 കോസ് 10 ഡിഗ്രി. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇങ്ങോട്ട്? അതിന്റെ ഓപ്പോസിറ്റ് 48 സൈൻ 10 ഡിഗ്രി. 48 സൈൻ 10 ഡിഗ്രി. അടുത്തത് നാലാമത്തെ ക്വാഡ്രന്റിൽ ഇത് അകത്തോട്ട് ഡയറക്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇങ്ങോട്ടാ. അപ്പൊ ഇതിന്റെ കോസ് കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ മേളിലോട്ടാണ് വരുന്നത്, അതായത് മുകളിലോട്ട്. 70 കോസ് 65 മുകളിലോട്ട്, അതായത് മുകളിലോട്ട്, ആരോ മേളിലോട്ടാണ്. 70 കോസ് 65. ഓക്കെ, ദെൻ ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, അപ്പോൾ സൈന് ആംഗിളിന്റെ അപ്പുറത്ത് കിടക്കുന്ന 70 സൈൻ 65. റിസോൾവ് ചെയ്തത് പിടികിട്ടിയോ? റിസോൾവ് എക്സ് ആക്സിസും വൈ ആക്സിസും റിസോൾവ് ചെയ്തത് പിടികിട്ടിയോ? എടുത്തത് കോസും സൈനും എടുത്തത് എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? കോസും സൈനും മനസ്സിലായി. അതായത് ആംഗിളിന്റെ അടുത്ത് വരുന്നതെല്ലാം എന്തായിട്ട് എടുക്കുക? കോസ് കോമ്പണന്റ് എടുക്കുക. അപ്പുറത്ത് വരുന്നതെല്ലാം എന്താണ്? സൈൻ കോമ്പണന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ്. സൈൻ കൺവെൻഷൻ. ഓക്കെ, സോ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു സൈൻ കൺവെൻഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യാവുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ഇതാണ്. ഞാൻ റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. സിമിലർലി ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ എല്ലാം പോസിറ്റീവ് ആണ്, ഡൗൺവേർഡ് എല്ലാം എന്തായിരിക്കും? ഡൗൺവേർഡ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റിലോട്ടുള്ളത് എന്തൊക്കെയാ? 30 കോസ് 50. ഓക്കെ, സോ എഴുതുക 30 കോസ് 50 ആണ്. അതിന്റെ സൈൻ എന്തായിരിക്കും? അതിന്റെ സൈൻ പ്ലസ് ആയിരിക്കും, പ്ലസ്. റൈറ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് പ്ലസ്. സോ 30 കോസ് 50. അതേസമയം 70 സൈൻ 65 എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ടാ. അപ്പൊ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. മൈനസ് 70 സൈൻ 65, മൈനസ് 70 സൈൻ 65. ഇനി അടുത്തത് ഇവിടെ 80 കോസ് 60 ലെഫ്റ്റിലോട്ടാ. അപ്പൊ മൈനസ് 80 കോസ് എത്രയാണ്? 60. മൈനസ് 80 കോസ് 60. പിന്നെ ലെഫ്റ്റിലോട്ട് മൈനസ് 48 സൈൻ 10, അഗൈൻ മൈനസ് 48 സൈൻ 10, ഇത്ര എഴുതിയ ക്ലിയർ ആണോ അടോണ? അതെ സർ. ഇനി എഫ് എക്സ് എത്രയെന്ന് പറയാമോ? സിഗ്മ എഫ് എക്സ് കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യിൽ? കാൽക്കുലേറ്റർ ഇല്ല, എടുക്കണം. കാൽക്കുലേറ്റർ കോളേജിലാണോ? അല്ല സർ, നോക്കുക. ഓക്കെ, ഉണ്ടോ? കാൽക്കുലേറ്റർ ഉണ്ടോ സ്വന്തമായിട്ട്? ഉണ്ട്, കയ്യിലുണ്ട്. കിട്ടി? എത്ര കിട്ടി? -30 cos 50 minus 70 sin 65 minus 80 cos 60 minus 48 sin 10. കിട്ടിയോ? സർ, മൈനസ് 92.49 ആണോ? അതെ, കറക്റ്റ്. മൈനസ് 92.
93 യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് SI സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ, സിമിലർലി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇതേപോലെ തന്നെ നമ്മൾ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക. സോറി, സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കുക. വൈ വെർട്ടിക്കൽ കോമ്പണന്റ്. സോ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ മേളിലോട്ട് നോക്കിയേ. 30 sin 50 പോസിറ്റീവ് ആണ്. 30 sin 50 then plus 80 sin 60 plus 80 sin 60 plus 80 sin 60. ഇനി താഴെ എന്താണ്? മേളിലോട്ട് 70 cos 65 പോസിറ്റീവ് plus 70 cos plus 70 cos sorry plus 70 cos sorry 70 cos 65 70 cos 65 70 cos 65 then താഴോട്ട് minus 48 cos 10 minus 4. ഞാൻ ഈ ചെയ്യുന്ന എന്തോന്ന് പിടികിട്ടുന്നുണ്ടോ? അടോണോ സർ പിടികിട്ടിയോ എന്തോ ഞാൻ ഈ ചെയ്യുന്നെന്ന്? മനസ്സിലായി. ഇതെത്ര വരുമെന്ന് പറയാം? സിഗ്മ എഫ് വൈ 76.83. 6 ആണോ? 74 അല്ലേ? ഒന്നുകൂടെ നോക്കി. 30 sin 50 plus 80 sin 60 minus 48 cos 10 plus 70 cos 65. ഒന്നുകൂടെ നോക്കി. കറക്റ്റ് അല്ലേ? എന്നാ പറഞ്ഞേ? എവിടെ തെറ്റിയേ? സൈനിന് 2 ബ്രാക്കറ്റ് ഇട്ട്. ഓക്കെ, 74.576. യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെവറൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ് ആണ്. അപ്പൊ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? 4 ഫോഴ്സ് ഉണ്ട്. സെവറൽ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ അതിനെ റിസോൾവ് ചെയ്തു. റെസൊല്യൂഷൻ എന്ന് പറയും. അതിനെ നമ്മൾ റിസോൾവ് ചെയ്തു. അതായത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ടോട്ടൽ എക്സ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ടോട്ടൽ എത്രയാണ്, വെർട്ടിക്കൽ കോമ്പണന്റ് ടോട്ടൽ എത്രയാണ്? മനസ്സിലായോ? അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. റിസൾട്ടന്റ് ആർ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. എത്രയാന്ന് പറയാം റിസൾട്ടന്റ്? പറയാം. പറയാമോ എത്രയാണ് റിസൾട്ടന്റിന്റെ വാല്യൂ? സിഗ്മ എഫ് എക്സ് അറിയാമല്ലോ, എത്രയാണ്? -92.493. ഓർമ്മയില്ലേ? സിഗ്മ എഫ് എത്ര കിട്ടി? 118.80. 118.813 ആണ്. 118.813. യൂണിറ്റ് എന്തുമായിരിക്കും? ന്യൂട്ടൺ. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ്. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് കിട്ടി. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു ബോഡിയിൽ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ 4 ഫോഴ്സ് കാരണം ഈ ബോഡിക്ക് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ സെയിം എഫക്റ്റ് നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ റിസൾട്ടന്റ് ഈസ് 118.813 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇതിന്റെ എപ്പോഴും നമുക്ക് മാഗ്നിറ്റ്യൂഡും അതിന്റെ കൂടെ എന്തുകൂടെ വേണം? ഡയറക്ഷനും വേണം. അപ്പൊ ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് ഇസ് ദ ഇക്വേഷൻ. സോ തീറ്റ, ഇത് ഓർത്തിരിക്കണം ഞാനിപ്പോ ഈ പറഞ്ഞ ഇക്വേഷൻസ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡുലസ്
sigma fy divided by sigma fx. So this is the equation of theta. എത്രയാണെന്ന് പറയാമോ തീറ്റയുടെ വാല്യൂ? tan inverse sigma fy divided by sigma fx. $38.87. 38.879. Correct. Okay. So 38.879. 38.879 degree. Okay. Clear. അപ്പം നമ്മുടെ സിസ്റ്റം ഇതായിരുന്നു നമ്മുടെ സിസ്റ്റം. ഇവിടെ ഒരു 30 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ 30 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു 80 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. തേർഡ് ക്വാഡ്രന്റിൽ 48 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ ഒറിജിനിലോട്ട് 70 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പം ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡ് ക്വാഡ്രന്റിലാണോ, ഫോർത്ത് ക്വാഡ്രന്റിലാണോ വരുന്നത് എന്നുള്ളതാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോൾ ഈ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസൾട്ടന്റ് എവിടെ ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡ് ക്വാഡ്രന്റിലാണോ, ഫോർത്ത് ക്വാഡ്രന്റിലാണോ? അതിന് നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ എഫ് എക്സിന്റെയും സിഗ്മ എഫ് വൈയുടെയും വാല്യൂ നോക്കുക. സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ എന്താണ്? മൈനസ് കാണുന്നുണ്ടോ അടോണ? -92.493. അപ്പൊ ഞാൻ ഇവിടോട്ടൊന്ന് എഴുതുകയാണ്. സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ, സോ സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ -92.493. ഓക്കെ, സിമിലർലി സിഗ്മ എഫ് വൈയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. എടുത്തു 74.576 ആണ്. അത് ഞാൻ ഇവിടോട്ടൊന്ന് എടുത്തെഴുതാം. സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 74.576 ന്യൂട്ടൺ. 576 ന്യൂട്ടൺ. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മുടെ റിസൾട്ടന്റിനെ നോക്കാൻ. അപ്പം എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതാണ് എക്സ് ആക്സിസ്. ഇതാണല്ലോ എക്സ് ആക്സിസ്. ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ എക്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാ. എക്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ആൻഡ് വൈ എന്താണ്? സിഗ്മ എഫ് വൈയുടെ വാല്യൂ എന്താണ്? പോസിറ്റീവ്. അതായത് എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? അടോണ പറയാമോ? സെക്കൻഡ് ക്വാഡ്രന്റ്. റിസൾട്ടന്റിന്റെ പൊസിഷൻ, റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും റിസൾട്ടന്റ് വരുന്നത്. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ഐഡിയ റിസൾട്ടന്റ്. മനസ്സിലായി സർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ എഫ് എക്സ് എന്ന് വെച്ച് നമുക്കൊരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണ്? 38.879 ആണ്. അപ്പൊ ആ ആംഗിള് ഈ നമ്മുടെ ക്വാഡ്രന്റിൽ എവിടെയാണെന്നുള്ളതാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. എവിടെയാണോ റിസൾട്ടന്റ് വരുന്നത് ആ റിസൾട്ടന്റും നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും. അതായത് ഈ കേസിൽ റിസൾട്ടന്റ് ഇവിടെ ആയതുകൊണ്ട് അതിന്റെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ ആംഗിൾ ആയിരിക്കും തീറ്റ. നമ്മൾ കണ്ടുപിടിക്കുന്ന തീറ്റ എപ്പോഴും ആ റിസൾട്ടന്റിന്റെ അടുത്തുള്ള ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ റിസൾട്ടന്റ് ഇവിടെ ആണെന്ന് വിചാരിക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് വിചാരിക്കുക. അപ്പൊ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ആംഗിൾ എപ്പോഴും ഏതായിരിക്കും? ഇതായിരിക്കും തീറ്റ. ഈ ആംഗിൾ ആയിരിക്കും തീറ്റ. ഇനി അതല്ല, നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ച സമയത്ത് തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ റിസൾട്ടന്റ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന തീറ്റ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ എഫ് എക്സ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ആ തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ഈ ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ഇനി അതല്ല, ഫോർത്ത് ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ്. നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്ന ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ എഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അടോണ? തീറ്റയുടെ കാര്യം ക്ലിയർ ആണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിസൾട്ടന്റും ഈ തീറ്റയും വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഈ കേസിൽ
നമ്മുടെ ഈ കേസിൽ റിസൾട്ടന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ആൻഡ് ദിസ് ഇൻക്ലിനേഷൻ ഈസ് തീറ്റ. അതായത് നമ്മൾ കണ്ടുപിടിച്ച 38.879 എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ്. 38.879 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോ ക്വാഡ്രന്റിലുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എപ്പോഴും ഈ ആംഗിളുകൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് എന്നുള്ള ആംഗിൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ കേസിൽ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ ഒ എക്സ്, അതായത് ഈ ഒ എക്സ് എന്ന് പറയുന്ന ഇവിടെ നിന്നുള്ള ആംഗിൾ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആൽഫ ആയിട്ട് എടുക്കുന്നത്. ആൽഫ. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിൽ വന്നാലും നമുക്ക് ഈ ആൽഫ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, കോമൺ ആയിട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒ എക്സ് എന്നുള്ള ഈ ഒ എക്സ് എന്നുള്ളതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആംഗിൾ ആയിരിക്കും ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിൽ വന്നാലും നമുക്ക് ഈ ആൽഫ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആൽഫ ഡിഗ്രിയിൽ ഈ ഒ എക്സിൽ നിന്നുള്ള ആംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആൽഫയുടെ വാല്യൂ എത്രയാണെന്ന് പറയാമോ അടോണ? ആൽഫയുടെ വാല്യൂ പറയാമോ, എത്ര അത് പറയാമോ അടോണ? സർ 180 വെച്ച് മൈനസ് അത് തന്നെ, അത്രേ ഉള്ളൂ. സിമ്പിൾ അത്രേ ഉള്ളൂ. 180 മൈനസ് എത്രയാണ്, 180 മൈനസ് 38.879 എത്ര വരും എന്ന് പറയാമോ? 141.121. ആൽഫ ഈസ് ഈക്വൽ ടു 180 മൈനസ് എത്രയാണ്, 38.879. അപ്പൊ എത്ര കിട്ടി, 141.121 ഡിഗ്രി കിട്ടിയല്ലോ. ആ സർ. അപ്പൊ ഈ കേസിൽ നമ്മൾ ആറ് കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം, ആൽഫ കണ്ടുപിടിക്കണം. മനസ്സിലായോ? 6 തീറ്റ ആൽഫ. 6 എന്ന് പറഞ്ഞ റിസൾട്ടന്റ് ഇക്വേഷൻ എന്താണ്, സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. റിസൾട്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണോ, തേർഡ് ക്വാഡ്രന്റ് ആണോ, ഫോർത്ത് ക്വാഡ്രന്റ് ആണോ നോക്കണം. പിന്നെ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആൽഫയും കൂടെ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറഞ്ഞാൽ ഒ എക്സ് എന്നുള്ള, അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഈ ഒ എക്സ് ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാണ്, ദിസ് ആംഗിൾ ഈസ് 141 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 141 ഡിഗ്രി. ക്ലിയർ ആണോ അടോണ? ക്ലിയർ അല്ലേ? ആ സർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാനായിട്ട് തരാം, അത് തന്നെ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. വരച്ചോണേ, നോട്ട്ബുക്കിലോട്ട് വരച്ചോ. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വാഡ്രന്റ്. ദെൻ ഫസ്റ്റ് ക്വാഡ്രന്റില് 78 ന്യൂട്ടൺ. ഫസ്റ്റ് ക്വാഡ്രന്റില് 78 ന്യൂട്ടൺ. ആൻഡ് ദിസ് ഇൻക്ലിനേഷൻ ഈസ് 35 ഡിഗ്രി. ദിസ് ഇൻക്ലിനേഷൻ ഈസ് 35 ഡിഗ്രി. ദെൻ ഈ ആംഗിൾ എത്ര, ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 35 ന്യൂട്ടൺ. 35 ന്യൂട്ടൺ. And this angle is 28 degree. Okay, third quadrant arrow ശ്രദ്ധിച്ചോണം, arrow, because this is very very important, arrow. Okay, so this is 100 Newton. 100 Newton and this is 10 degree. Okay, and ഈ ആക്സിസിൽ ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. This is 70 Newton. 70. ഓക്കെ, ഇത് ചെയ്യാമോ ഇപ്പം? ആ സർ. റിസോൾവ് ചെയ്യാതെ, റിസോൾവ് ദ ഫോഴ്സസ് അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ, അതായത് എക്സിലും വൈയിലും റിസോൾവ് ചെയ്തേ, ആദ്യം റിസോൾവ് ചെയ്യാം. ഈ ആംഗിളിന് അടുത്ത് വരുന്നതൊക്കെ എന്താണ്, കോസ് ആയിരിക്കും. മറ്റേതെല്ലാം എന്തായിരിക്കും, സൈൻ ആയിരിക്കും. കേട്ടോ? ആ സർ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം, ഇവിടെ ഇങ്ങോട്ട് പറയാമോ, ഇവിടെ എന്ത് വരും പറയാമോ? അവിടെ 78 cos 35. 78 cos 35 വരും ഇവിടെ. കറക്റ്റ്. ഇവിടെ എന്ത് വരും? 78 sin 35. ഓക്കെ, 78 sin 35 വരും. ഓക്കെ, ആരോ ശ്രദ്ധിച്ചോണേ. ആരോ പുറത്തോട്ടാണെങ്കിൽ റിസോൾവ് ചെയ്യുമ്പോഴും ആരോ പുറത്തോട്ടായിരിക്കും. കണ്ടല്ലോ?
ഇവിടെ എന്തോരും ഇപ്പുറത്തെ സൈഡിൽ സെക്കൻഡ് ക്വാഡ്രന്റില് മേളിലോട്ട് 28 cos 35. കോസ് 35 അയ്യോ സോറി 35 cos 28. ആംഗിളാ 35 കോസ് 28 അല്ലേ? ആ അപ്പൊ ഇവിടെ എന്തോരും ഇവിടെ 35 cos sin 28. ഓക്കെ ആരോ പുറത്തോട്ടാ. ഓക്കെ ഇവിടെ ആരോ അകത്തോട്ടായതുകൊണ്ട് ആരോ അകത്തോട്ട് വരണം. ഇവിടെ എന്തോരും ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് 100 sin 10. 100 sin 10. ഓക്കെ പിന്നെ മുകളിലോട്ട് ഇവിടെ എന്തോരും 100 cos 10. കോസ് 10. അപ്പൊ എല്ലാം റിസോൾവ് ചെയ്തു. ഇനി നമ്മൾ സിഗ്മ എഫ് എക്സ് എഴുതുക. ഓക്കെ സോ അപ്പൊ സാറ് 70 കാണിച്ചതോ? 70 ഒന്നും ചെയ്യണ്ട. ബിക്കോസ് 70 റിസോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. 70 എന്ന് പറയുന്നത് ഏതാ വെർട്ടിക്കൽ ഈ വൈ ആക്സിസിൽ തന്നെ ആക്ട് ചെയ്യുന്നത് കണ്ടോ? ആ അപ്പൊ അതിനെ റിസോൾവ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. കണ്ടോ? മനസ്സിലായോ? ആ ഡയറക്റ്റ് 70 ഇട്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സോ സിഗ്മ എഫ് എക്സ് എങ്ങനെ വരും? അപ്പം അടുത്ത പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സൈൻ കൺവെൻഷൻ ആണ്. അത് എപ്പോഴും ഓർത്തോണം. റൈറ്റിലോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്വേർഡ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ സോ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റിലോട്ട് പറഞ്ഞ് 78 കോസ് 35. ഓക്കെ 78 cos 35 plus 100 sin 10 minus 35 sin 100 20. സൈൻ 10ന്റെ സൈൻ പോസിറ്റീവ് അല്ലേ? അതെ. Then ലോട്ടാണ്. സോ മൈനസ് 35 സൈൻ 28 മൈനസ് 35 സൈൻ 28 മൈനസ് 35 സൈൻ 28 എത്ര കിട്ടി? അല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഈ എക്സിൽ ഇങ്ങോട്ടൊരു 20 ന്യൂട്ടൺ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് എക്സിൽ ഇങ്ങോട്ടൊരു 20 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ റൈറ്റിലോട്ട് ഒരു പ്ലസ് 20 കൂടെ വരും. ഇതിന്റെ കൂടെ ഒരു പ്ലസ് 20 കൂടെ വരും. ഓക്കെ എത്രയാന്ന് പറയാമോ? സിഗ്മ എഫ് എക്സ് പറയാം. 84.827 ആണോ? 84.827 യൂണിറ്റ് ന്യൂട്ടൺ. സോ ഇനി സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കണം. സോ സിഗ്മ എഫ് വൈ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് മേളിലോട്ട് 78 സൈൻ 35 78 പ്ലസ് 35 കോസ് 28 പ്ലസ് 35 28 then plus 100 cos 10 plus 100 cos 10 plus 100 cos 10 പിന്നെ എന്തുണ്ട്? പിന്നെ താഴോട്ടാണ് അല്ലേ? മൈനസ് 70. കറക്റ്റ് ആണോ? സൈൻ 35 പ്ലസ് 35 കോസ് 28 പ്ലസ് 100 കോസ് 10 മൈനസ് 70 എത്ര കിട്ടുമെന്ന് പറയാമോ? എത്ര കിട്ടി? 104.122. 104.123 യൂണിറ്റ് ന്യൂട്ടൺ. അപ്പൊ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്തുവാ? റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഐ സ്ക്വയർ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ, വെറും എഫ് എക്സ് അല്ല, സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ എത്രാന്ന് പറ? എത്ര കിട്ടി? 134.3. ഓക്കെ 134.303 യൂണിറ്റ് ന്യൂട്ടൺ.
ഇനി നമ്മൾ നമ്മുടെ റിസൾട്ടന്റിനെ മാർക്ക് ചെയ്യണം ഇതിനകത്തിൽ. ഇതാ വരയ്ക്കുക, ക്വാഡ്രന്റ് വരച്ചിട്ട് റിസൾട്ടന്റ് മാർക്ക്. എവിടെ വരുമെന്ന് പറയാമോ? ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ, ഫോർത്തിലാണോ? എവിടെ വരുമെന്ന് പറയാം? ഫസ്റ്റില്. കിട്ടി? രണ്ടും പോസിറ്റീവ് അല്ലേ? രണ്ടും പോസിറ്റീവ് ആണ്. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും പോസിറ്റീവ് ആണ്. സോ റിസൾട്ടന്റ് വിൽ ബി ഹിയർ. ദിസ് ഈസ് ദ റിസൾട്ടന്റ്. റിസൾട്ടന്റിന്റെ വാല്യൂ എത്രയാണ്? 134.303. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് 134.303 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? തീറ്റ കണ്ടുപിടിക്കണം. തീറ്റയുടെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് തീറ്റയുടെ ഇക്വേഷൻ? Tan inverse f of y by fx. Tan inverse modulus sigma f y divided by sigma f x. 50.83. 50 പോയിന്റ് എത്രയാണ്? 50.83. 50.831. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എവിടാണോ റിസൾട്ടന്റ് വരുന്നത് ആ റിസൾട്ടന്റ് അതിന്റെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതായത് ഇതാണ് ഹൊറിസോണ്ടൽ. സോ ഈ ആംഗിൾ ആണ് തീറ്റ. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ആംഗിളൂടെ കണ്ടുപിടിക്കണം. അതെന്താണ്? ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹൊറിസോണ്ടല് ഈ റിസൾട്ടന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. അതായത് ഈ ഒറിജിനിൽ നിന്ന് ഇത് ഒ എക്സ് ആണെങ്കിൽ ഈ ഒ എക്സിൽ നിന്ന് ആ റിസൾട്ടന്റ് വരെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. അപ്പൊ ഈ കേസിലെ പ്രത്യേകത എന്തുവാ? തീറ്റയും ആൽഫയും സെയിം. മനസ്സിലായോ? ആണോ? ഇല്ല സാർ, ഒന്നുകൂടെ പറയാം. നമ്മൾ നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലം ഞാൻ എടുക്കാം. ഞാൻ തുടച്ചു കളഞ്ഞു. കഴിഞ്ഞ പ്രോബ്ലം ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. പ്രോബ്ലത്തിൽ റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലായിരുന്നു? സെക്കൻഡ് ക്വാഡ്രന്റിലായിരുന്നു. കണ്ടോ? റിസൾട്ടന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലായിരുന്നു. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ്, അപ്പൊ നമ്മൾ തീറ്റ കണ്ടുപിടിക്കും. തീറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് ആക്സിസുമായിട്ട് ആ റിസൾട്ടന്റ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ ഇതാണ് റിസൾട്ടന്റ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എക്സ് ആക്സിസ്. അപ്പൊ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഓരോ ക്വാഡ്രന്റിൽ ഈ തീറ്റ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒ എക്സ് എന്ന് പറയുന്ന ഇവിടുന്നായിരിക്കും നമ്മൾ ഈ റിസൾട്ടന്റിന്റെ ആംഗിൾ എപ്പോഴും പറയുന്നത്. ആ ആംഗിളിനാണ് നമ്മൾ ആൽഫ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ റിസൾട്ടന്റിലെ നമ്മൾ ആൽഫ വെച്ചിട്ടാണ് റെപ്രസെന്റ്. ആൽഫ എവിടുന്നാണ് എടുക്കുന്നത്? ഈ ഒ എക്സ് എന്നാണ് നമ്മൾ ആൽഫ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഈ പ്രോബ്ലം വന്നപ്പോൾ എന്തായി? റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചു. തീറ്റ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. എഗെയിൻ നമ്മൾ ആൽഫ എവിടുന്നാണ് എടുക്കുന്നത്? ഈ ഒ എക്സ് എന്നാണ് റിസൾട്ടന്റ് വരെയുള്ള ആംഗിളാണ് ആൽഫ എടുക്കുന്നത്. അപ്പൊ ഈ കേസിൽ തീറ്റയുടെ വാല്യൂയും ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? സോ ആൽഫ ഈസ് ഹിയർ. ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ എത്രയാണ്? ആൽഫ ഈസ് ഈക്വൽ ടു എത്ര തന്നെയായിരിക്കും? 50 പോയിന്റ്. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു 50.831 ഡിഗ്രി. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? സാർ മറ്റേ ആ ഫിഗർ ഒന്നുകൂടെ എടുക്കാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ. ഓക്കെ, ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അതോ ആൻസറോ? അല്ല, ആ ഫിഗർ വരച്ച് അതോ ഗ്രാഫ് ആംഗിൾ മാർക്ക് ചെയ്തില്ലേ സാർ? ഇപ്പൊ കാണിച്ചില്ലായിരുന്നു, ആൽഫ കാണിച്ചില്ലേ? ഓക്കെ ഒരു സെക്കൻഡ്. ഇതല്ലേ സാർ ഇതിൽ 38.879 ഈ ROY ആ ഒരു ആംഗിളായിട്ട് വന്നാൽ അതിന്റെ ആൽഫ അപ്പം സെയിം ആയിരിക്കുമോ? 90 പ്ലസ് 38. ഇതിപ്പം എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വൈ ആക്സിസുമായിട്ടാണ് മേക്ക് ചെയ്യുന്നെങ്കിൽ, റിസൾട്ടന്റും വൈയും ആയിട്ടാണ് മേക്ക് ചെയ്യുന്നെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 90 പ്ലസ് 38 എന്ന് പറഞ്ഞു വരുമോ? ഈ ആംഗിൾ ആണെങ്കിൽ അല്ലേ? ഈ ആംഗിൾ ഇല്ലയോ? അതെ എന്ന് പറയുമ്പോൾ 90 പ്ലസ് 38 പോയിന്റ് അങ്ങനെ തന്നെ വരും. ഓക്കെ, മനസ്സിലായി. അതായത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് നമ്മൾ അതായത് എനിക്ക് മനസ്സിലായി എന്താ ചോദിച്ചതെന്ന്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആയത് കേട്ടോ. ഇച്ചിരി അത്ര എളുപ്പമല്ല. ഓക്കെ, സോ നമ്മൾ ഇതിനകത്തിൽ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 നോട്ട്ബുക്കിലോട്ട് കുറിച്ച് വെക്കുക. 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം റിസൾട്ടന്റ് R കണ്ടുപിടിക്കണം.
റിസൾട്ടന്റ് എന്തുവാന്ന് പിടികിട്ടിയല്ലോ അറോണയ്ക്ക്? എന്താണ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞത്? മനസ്സിലായി സർ. ഒരു ബോഡിയിൽ കുറെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് കാരണം ആ ബോഡിക്ക് എന്തോ ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഫോഴ്സുകളെല്ലാം റീപ്ലേസ് ചെയ്ത് ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ്. ഓക്കെ. അപ്പം റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആദ്യത്തേത്, റിസൾട്ടന്റ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് തീറ്റ. തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഉള്ളത് മൂന്നാമത്തേത് ആൽഫയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ ചെയ്യേണ്ടത്. റിസൾട്ടന്റ്, തീറ്റ ആൻഡ് ആൽഫ. ഞാൻ നോക്കട്ടെ, ഞാൻ വേറൊരു ക്വാഡ്രന്റിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റും പറഞ്ഞു, സെക്കൻഡ് ക്വാഡ്രന്റും പറഞ്ഞു. ഓക്കെ. ഓക്കെ ഓക്കെ സോ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അവിടെ? ആറ്, തീറ്റ, ആൽഫ, ഇത് മൂന്നും ക്ലിയർ ആണല്ലോ? അപ്പം ആൽഫ പല ക്വാഡ്രന്റിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ ഞാൻ ഒരു റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ഓക്കെ. ഞാനിപ്പം റിസൾട്ടന്റ് കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ് വന്ന ഒരു കേസ്. ഇനി അതല്ല, ഞാൻ റിസൾട്ടന്റ് കണ്ടുപിടിച്ചപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വന്നത് ഒരു കേസ്. ഇനി അതല്ല, റിസൾട്ടന്റ് തേർഡ് ക്വാഡ്രന്റിലാണ് വന്നതെന്ന് വിചാരിക്കുക. റിസൾട്ടന്റ് അതല്ല, റിസൾട്ടന്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് വന്നതെന്ന് വിചാരിക്കുക. ഈ 4 കേസാണല്ലോ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഞാനിപ്പം ആദ്യത്തെ കേസിൽ അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചു. തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ. ഇനി ഈ കേസിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആയിരിക്കും തീറ്റ. എപ്പോഴും എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, റിസൾട്ടന്റ്. സിമിലർലി തേർഡ് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്ക് ഇതാണ് തീറ്റ, ഈ ആംഗിൾ ആണ് തീറ്റ. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്ക് ഈ ആംഗിൾ ആ തീറ്റ. മനസ്സിലായോ? അടോണ പിടികിട്ടിയോ തീറ്റ? പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒ എക്സ് എന്ന് പറയുന്ന ഇവിടെ നിന്നായിരിക്കും നമ്മൾ ആംഗിൾ എപ്പോഴും നമ്മൾ പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ തീറ്റയുടെ വാല്യൂ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയത്തില്ല എവിടുന്ന ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ ഒ എക്സിൽ നിന്നായിരിക്കും എപ്പോഴും നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അതാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. അപ്പൊ ഈ കേസിൽ ആദ്യത്തെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കേസിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫയാണ്. കാരണം ഈ ഒ എക്സ് എന്നുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ അതേ സെയിം ആംഗിൾ തന്നെയാണ് ആൽഫ. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്ക് ഈ ആംഗിൾ ആണ്, കണ്ടോ? ഒ എക്സ് എന്നുള്ള റിസൾട്ടന്റ് വരെയുള്ള ആംഗിൾ ആൽഫയാണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആൽഫ ഈസ് ഈക്വൽ ടു 180 മൈനസ് തീറ്റ ചെയ്താൽ മതി. പിടികിട്ടിയോ? അടോണ? ഹലോ? ഓക്കെ. ഇനി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടെ തൊട്ട് ഇവിടെ റിസൾട്ടന്റ് ഇതാണ്. സോ ഇവിടം വരെ ഇതാണ് ആൽഫ. അപ്പൊ ആൽഫയുടെ വാല്യൂ എത്ര വരുമെന്ന് പറയാമോ അടോണ? ഇവിടെ തേർഡ് ക്വാഡ്രന്റിൽ 270 മൈനസ് തീറ്റ. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 180 പ്ലസ് എന്ത് കൊടുക്കാം? 180 പ്ലസ് തീറ്റ. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇനി നാലാമത്തെ ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്ക് ഇത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ് ആൽഫ. ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതാണ് ആൽഫ. കണ്ടോ? ദിസ് ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആംഗിൾ ആണ് ആൽഫ നാലാമത്തെ ക്വാഡ്രന്റ് വരുമ്പോൾ. അപ്പൊ നാലാമത്തെ ക്വാഡ്രന്റ് വരുമ്പോൾ ഈ ആൽഫയുടെ വാല്യൂ എത്രയാന്ന് പറയാമോ? 360 മൈനസ് തീറ്റ. അത്രേ ഉള്ളൂ കാര്യം. ഇത്രേ ഉള്ളൂ ഇതിനകത്തിലെ കാര്യം. 360 മൈനസ് തീറ്റ, ഇത്രേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 180 മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 180 പ്ലസ് തീറ്റ. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 360 മൈനസ് തീറ്റ. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. പിടികിട്ടിയോ? മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. എന്റെ കൂടെ വരച്ചോണേ, ഈ ഫിഗർ വരയ്ക്കുക എന്റെ കൂടെ.
So this angle is, this force is 20 Newton. This force is 20 Newton and this is 25. This ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. This angle is 30 degree. പിന്നെ ഇത് 30 Newton ആണ്. This is 30 Newton and this angle is 45 degree. This angle is 45 degree and this is 40 Newton and this angle is 40 degree. Okay, ഒന്ന് തന്നെ ചെയ്തിട്ട് പറയാമോ അടോണ? സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ എത്രയാണ് പറയാമോ? സിഗ്മ എഫ് എക്സ് then സിഗ്മ എഫ് വൈ. ആദ്യം സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ പറയാം, പിന്നെ സിഗ്മ എഫ് വൈയുടെ വാല്യൂ പറയാം. കിട്ടിയോ? എഫ് എക്സ് കിട്ടിയോ? സർ 30.74 ആണോ? എഫ് എക്സോ? അല്ല, എഫ് എക്സ് 26 ആണ്. 26.749. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ എന്ത് വരും എന്ന് പറയാം. ഇവിടെ എന്ത് വരും? ഇവിടെ എന്തൊക്കെ വരും റൈറ്റിലോട്ട്? അവിടെ 20 cos 30. 20 cos 30 വരും. പിന്നെന്ത് വരും? 40 cos 40. തന്നെ 40 cos 40 വരും ഇവിടെ. പിന്നെ ഇവിടെ ലെഫ്റ്റിലോട്ട് എന്താ വരും? ലെഫ്റ്റിലോട്ട് 30 sin 45. 45 വരും. അത്രയല്ലേ ഉള്ളൂ? പിന്നെ മുകളിലോട്ട് അല്ല, ഇതിപ്പോ ഹൊറിസോണ്ടൽ. എത്ര വരും? ഇത് എത്ര വരും ഒന്നുകൂടെ നോക്കി. എനിക്കിവിടെ 26 ആണ്, എൻ്റെ വാല്യൂ 26 ആണ്. അതായത് 20 cos 30 പ്ലസ് 40 cos 40 മൈനസ് 30 sin 45. എത്ര കിട്ടി? സർ 21 പോയിന്റ് കിട്ടി. 21 ആണോ? 21 ആണോ കിട്ടുന്നത്? ഓക്കെ, അത് ഞാൻ ചെക്ക് ചെയ്യാം. എനിക്കിപ്പോൾ തൽക്കാലം 26 എന്ന് അവിടെ കിടക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. കേട്ടോ, നോ പ്രോബ്ലം. ഇതിപ്പം തൽക്കാലം ഇപ്പം ഞാൻ 26 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, 26 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അടുത്ത സിഗ്മ എഫ് വൈ പറഞ്ഞേ. സിഗ്മ എഫ് വൈ ഇവിടെ മുകളിലോട്ട് എന്താ വരും? 20. ഇവിടെ എന്ത് വരും? sin 30. sin 30. 20
എന്ത് വരും? 30 cos 45. ഓക്കെ, 30 cos 45 വരും ഇവിടെ. ഓക്കെ, 30 cos 45 വരും. ഓക്കെ, പിന്നെ താഴെ എന്ത് വരും? 40 sin 40. 40 sin 40 വരും. ഓക്കെ, 40. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 25 ഉണ്ട് മേളിലോട്ട് അല്ലേ? അപ്പൊ എത്ര വരും സിഗ്മ എഫ് വൈ? സർ 30.5 ആണോ? 30.5, അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു ചെറിയ 30.502 ആണോ? അതെ. അപ്പൊ സിഗ്മ എഫ് എക്സിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഓക്കെ, സോ 30.502 ന്യൂട്ടൺ. 30.502 ന്യൂട്ടൺ. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ റിസൾട്ടന്റ് കണ്ടുപിടിച്ച്. റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ്. ഞാൻ തന്ന വാല്യൂ ഇട്ടാൽ മതി, 26.749. അത് ഞാൻ ചെക്ക് ചെയ്തോളാം. സോ സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40.57 എന്ന് പറഞ്ഞു കിട്ടും. 40.57 ന്യൂട്ടൺ. ഒരു സെക്കൻഡ്, 20 cos 30 പ്ലസ് 40 cos 40 മൈനസ് 30 sin 45. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഓക്കെ, സോ എനിവേ ഓക്കെ, ഒരു കാര്യം ചെയ്തോ. എത്ര അഡോണയ്ക്ക് എത്ര കിട്ടി? 40.57. എത്രയായിരുന്നു കിട്ടി സിഗ്മ എഫ് എക്സ്? 21. ഒരു മിനിറ്റ് സാർ, ഒന്നുകൂടെ ഞാൻ ചെയ്തിട്ട് പറയാം. സാർ 26.74 കിട്ടി. കൊള്ളാം. അതെന്ത് വരുന്നു? എന്തോ പ്രശ്നം? അത് ഇടയ്ക്ക് എനിക്ക് കാൽക്കുലേറ്ററിൽ തെറ്റാ കിട്ടുന്നത്. കാൽക്കുലേറ്റർ പഴയതാണോ? അല്ല, ഈ വർഷം മേടിച്ച. ഫിസിക്സിന് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോങ് ആൻസർ വരും. അത് ഭയങ്കര റിസ്കാ കേട്ടോ. സർ, പക്ഷേക്ക് അത് എക്സാമിനപ്പോ റോങ് ആൻസർ കിട്ടിയാൽ എന്ത് പറ്റും? ഫിസിക്സ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ റോങ് ആൻസർ കിട്ടും. അപ്പൊ പ്രാക്ടിക്കലിന് റോങ് ആ കിട്ടിയേ. ഇത് കൊടുത്തിട്ട് വേറെ മേടിക്കണ്ടേ? ഇത് എത്രയും പെട്ടെന്ന് അത് മാറ്റണം കേട്ടോ. കാരണം ഇത് കാരണം നമ്മൾ കാൽക്കുലേറ്റ്, നമ്മൾ എക്സാമിന് പോയി എഴുതി തെറ്റായിട്ടുള്ള ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ പറയാൻ പറ്റുമോ എൻ്റെ കാൽക്കുലേറ്റർ തെറ്റായതുകൊണ്ട് എനിക്ക് ആൻസർ എൻ്റെ കുറ്റമല്ല എന്ന് പറയാൻ പറ്റുമോ? അത് ഏതാ, കാസിയോ ആണോ? ഏതാ കാൽക്കുലേറ്റർ? 991 ES കമ്പനിയാ, കാസിയോ ആണോ? ആണ് സർ, ആണ് കാഷ്യോ. ഓക്കെ, എന്തായാലും അത് മാറ്റുക കേട്ടോ, എത്രയും പെട്ടെന്ന് അത് മാറ്റുക കേട്ടോ. സർ. സോ 26.749 എന്ന് പറഞ്ഞു കിട്ടി. 26.749 ന്യൂട്ടൺ. ഓക്കെ, സിഗ്മ എഫ് വൈയുടെ വാല്യൂ 30.502. ഇനി റിസൾട്ടന്റ് എത്ര കിട്ടിയെന്ന് പറയാം. റിസൾട്ടന്റ് എത്ര കിട്ടി? റിസൾട്ടന്റ് 40.57 അല്ലേ? റിസൾട്ടന്റ് 40.57. ഓക്കെ, റിസൾട്ടന്റ് 40.57 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുക. എവിടെ വരുന്നതെന്ന് പറയാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? എവിടെ വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ ദിസ് ഈസ് മൈ റിസൾട്ടന്റ്. ഇതാണ് എന്റെ റിസൾട്ടന്റ്. അപ്പോൾ ഇത് റിസൾട്ടന്റ് ആണെങ്കിൽ ഇതാണ് എന്റെ ആംഗിൾ തീറ്റ. സോ ദിസ് ഈസ് മൈ ആംഗിൾ തീറ്റ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കണം. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താണ്? സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. എത്രയാണെന്ന് പറയാമോ തീറ്റയുടെ വാല്യൂ?
എത്ര കിട്ടി? 48.77 ആണ് ആ സർ. അത് തന്നെ 48.751 ഡിഗ്രി കിട്ടി. അപ്പൊ ഇവിടുത്തെ കേസിൽ തീറ്റ തന്നെയാണ് എന്ത്? ആൽഫ അല്ലെ? അതെ. എഴുതുക ആൽഫ ഇസ് ഈക്വൽ ടു സെയിം 48.751 ഡിഗ്രി. ഇത്രേ ഉള്ളൂ ഇതിനകത്തിലെ കാര്യം. ഓക്കെ, ബാക്കി ഞാൻ നാളെ എടുക്കാം കേട്ടോ. നാളെ സർ എനിക്ക് ഷെയർ ചെയ്യണേ കേട്ടോ. ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു.